റീസെൻ്റായിട്ട് 2 സിമ്പിളായിട്ടുള്ള ഗെയിംസ് അൺറിയൽ എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പലരും കുറേ ഗെയിംസ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കമൻസിൽ ഇട്ടിരുന്നു. അതിലൊന്നാണ് കേരള GTA. GTA ഗെയിംസ് പോലെ തന്നെ കേരളത്തിലെ ലൊക്കേഷൻസ് NPCs ഒക്കെ വെച്ച് ഒരു ഓപ്പൺ വേൾഡ് ഗെയിം, അതും അതേ ക്വാളിറ്റിയിൽ ഇത് പോസിബിൾ ആണോ? നമ്മൾക്ക് സ്വന്തമായിട്ടൊരു GTA ഗെയിം അതേ ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതിനൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So this is Vichu from Gaming Astrons YouTube channel. Let's begin. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റോക്ക്സ്റ്റാർ ഗെയിംസ് എന്ന കമ്പനിയാണ് GTA ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ GTA 5 പോലെയുള്ള ഗെയിമാണ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ GTA 4 ആണെങ്കിൽ അതിനു മുന്നേ ഈ ഗെയിംസ് ഡെവലപ്പ് ചെയ്തത് എങ്ങനെ, ആ പ്രോസസ്സ് എങ്ങനെയെന്ന് നമ്മൾ നോക്കണം. ബ്രീഫായിട്ടൊന്ന് നോക്കിയാൽ GTA 5ൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചത് 2008-ലാണ്. ഗെയിം റിലീസ് ചെയ്തത് 2013-ലും. ഗെയിം ഡെവലപ്പ് ചെയ്തത് 1-2 പേര് ചേർന്നല്ല, മറിച്ച് 1000-ൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഗെയിം ഡെവലപ്പേഴ്സ്, ഗെയിം ഡിസൈനേഴ്സ്, 3D ആർട്ടിസ്റ്റ്, അതിൽ തന്നെ ടെക്സ്റ്ററിങ്, ആനിമേഷൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു വലിയ ടീമിനെ വെച്ചാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഗെയിം ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത എൻജിൻ റേജ്, അതായത് റോക്ക്സ്റ്റാർ അഡ്വാൻസ്ഡ് ഗെയിം എഞ്ചിനാണ്. ഗെയിം വേൾഡായ സൗത്തേൺ കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് ഒക്കെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ ഡെവലപ്മെൻറ്റ് ടീം പല റിസർച്ചും നടത്തി. റിയൽ ലൈഫിലെ ഫുട്ടേജസ്, വീഡിയോസൊക്കെ എടുത്തു. റോഡ് നെറ്റ്വർക്ക്സ് ഒക്കെ നോക്കാൻ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്തു. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം GTA 5ലാണ് 3 പ്ലേയബിൾ പ്രൊട്ടാഗണിസ്റ്റിനെ കൊണ്ടുവന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ GTA സാൻ ആൻഡ്രിയസിൽ റോക്ക്സ്റ്റാർ ഗെയിംസ് ഇത് പരീക്ഷിച്ചിരുന്നു. ആ സമയത്തെ ഹാർഡ്വെയർ റെസ്ട്രിക്ഷൻസ് കാരണമാണ് അത് നടക്കാതെ പോയത്. ഇനി മാർക്കറ്റിംഗ് അടക്കം ഗെയിമിൻ്റെ ബഡ്ജറ്റ് നോക്കിയാൽ $265 മില്യൺ ആണ്. ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്താൽ ഇത്ര വരും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേരളത്തിൽ സെറ്റ് ചെയ്യുന്ന GTA ഗെയിം, ഓപ്പൺ വേൾഡ് ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ എത്ര പാടായിരിക്കുമെന്ന്. GTA ക്ലോൺസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇത്രയും ബഡ്ജറ്റോ ഇല്ലെങ്കിൽ ഇത്രയും വലിയ ടീമൊന്നും വേണ്ട. 1-2 പേർക്ക്, ഇല്ലെങ്കിൽ ചെറിയൊരു ടീമിനെ കൊണ്ട് തന്നെ വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ തന്നെ GTAയുടെ ഒരു ക്ലോണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല. മുംബൈ ഗള്ളീസ് തന്നെ എടുത്തു നോക്കിയാൽ അത് ഇന്ത്യൻ GTA എന്ന പേരിലാണ് സ്റ്റാർട്ടിങ് സമയം പ്രൊമോട്ടായത്. പക്ഷേ ഇതുവരെ വന്ന അപ്ഡേറ്റ്സിൽ മുംബൈ എന്ന പേരോ അല്ലെങ്കിൽ ഇതൊരു ഇന്ത്യൻ ഓപ്പൺ വേൾഡ് ഗെയിമാണെന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ റീച്ച് ആയിട്ടില്ലെങ്കിൽ ഈ ഗെയിമിനിവിടെ ഇത്രയും ഹൈപ്പ് ഉണ്ടാകത്തില്ല. ഇതൊരു നല്ല സ്റ്റാർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ എന്നാലും ഈ ഒരു ഗെയിമിന് അത്യാവശ്യം നല്ല ഫണ്ടിങ്ങും ഇൻവെസ്റ്റേഴ്സും ലഭിച്ചതായിരുന്നു. ഇനി കേരളത്തിൽ സെറ്റ് ചെയ്ത ഓപ്പൺ വേൾഡ് ഗെയിം വരണമെങ്കിൽ മൂവി പ്രൊഡക്ഷൻസ് വിചാരിച്ചാൽ നടക്കുമായിരിക്കും. ഇവിടെ കുറേ ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ തിയേറ്ററിൽ വന്ന് റിലീസായി പൊട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബഡ്ജറ്റ് വെച്ച് നല്ലൊരു ടീമിനെയും സെറ്റാക്കി കേരളത്തിൽ സെറ്റ് ചെയ്ത ഒരു ക്വാളിറ്റിയുള്ള ഓപ്പൺ വേൾഡ് ഗെയിം നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് എടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്ന ഒരു സീൻ ഒട്ടിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.